ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത് നോക്കിയാലോ? നമ്മുടെ പൊട്ടറ്റോ ആദ്യം തന്നെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. തൊലി കട്ട് ചെയ്തിട്ടിരുന്നപ്പോഴാണ് കണ്ടത് കേട്ടോ, നമ്മുടെ പൊട്ടറ്റോ കുറച്ച് കേടുണ്ടായിരുന്നു. നമുക്ക് കേടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കേടൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നന്നായിട്ടത് നൈസായിട്ട് തീരെ നൈസായിട്ടോ അല്ല, കുറച്ച് ഭയങ്കര കട്ടിയായിട്ടോ അല്ല, നമുക്കൊരു ഇടപ്പരുവ സൈസിലൊന്ന് കട്ട് ചെയ്ത് കണ്ടില്ലേ, ഈ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ചേർത്ത് വന്നിട്ട് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഞാൻ ഇങ്ങനെ കട്ടിങ് പലവിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട്. നമുക്ക് ആ പാത്രത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ആ പാത്രത്തോടെ ഒന്ന് കുലുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വിരകി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മസാല നന്നായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിരുന്ന സമയത്ത് നമുക്ക് പൊട്ടറ്റോ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ അങ്ങനെ മൊരിഞ്ഞ് എടുക്കണ്ട കേട്ടോ, കുറച്ച് ഇതായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിൻ്റെ കൂടെ മല്ലിയില കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യില്ലേ.